ആൻഡ് ഹൈസാം സർ, രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ലോയ്സ് മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ലോയിസ്. ഞാനൊരു ട്രെയിനറും ലൈഫ് കോച്ചുമായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ വിൻബിൾ അക്കാദമിയെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കാൻ വിചാരിക്കുന്നു. ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിൻബിളിലേക്ക് എത്തിച്ചേരുന്നത്. ഓൾറെഡി ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേവലം 2 മാസത്തെ ഒരു കോഴ്സിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുമോ എന്നൊരു സ്വാഭാവികമായൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തെ ആകപ്പാടെ തീർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ ഒരുപാട് വശങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നൊരു കാര്യം എനിക്ക് നന്നായി മനസ്സിലാക്കിയെടുക്കാൻ ഈ കോഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന്റെ അമരക്കാരായ ഫൈസൽ സാറിനെയും അർച്ചന മാമിനെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ വേദിയിൽ. ഒപ്പം തന്നെ ഒരു വലിയ നല്ലൊരു ടീമിന്റെ കൂടെ ആയിരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ടീമിനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ സെഷന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും തന്നെ പല പല തിരക്കുകളിൽ മുഴുകി പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്, അല്ലെ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബം, കരിയർ, അങ്ങനെ നമ്മളെ തിരക്കിലേക്ക് വലിച്ചിടുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ആൻസൈറ്റി, സ്ട്രെസ്, ഇമോഷണൽ ഇംബാലൻസ്, ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനൊക്കെ നമ്മൾ പല കോംപ്ലക്സ് ആയിട്ടുള്ള പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്, പരിശീലിക്കാറുണ്ട്. പക്ഷെ വളരെ സട്ടിലായിട്ടുള്ള ഒരു സ്മെല്ലിന് പോലും നമ്മളെ കൂളാക്കാനുള്ള, കാമാക്കാനുള്ള, ഹീലാക്കാനുള്ള കഴിവുണ്ട്. ഈ വിഷയത്തെ പറ്റിയാണ് ഇന്ന് വിശദമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അരോമ തെറാപ്പി എന്നുള്ളതാണ്. ഈ സെഷൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹൈസൻ സാറാണ്. സാറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. സാർ ഒരു കോഴിക്കോട്ടുകാരനാണ്. ഇപ്പോൾ ഖത്തറിൽ ഒരു മെറ്റീരിയൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതോടൊപ്പം തന്നെ സാർ ഒരു സൈക്കോളജി കൗൺസിലറും ട്രെയിനറാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെഷൻസ് എടുക്കുന്നുണ്ട്. ഒപ്പം മെഡിറ്റേഷൻ പ്രാക്ടീഷണർ കൂടിയാണ് സാറ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, സാറും വിൻബിൾ അക്കാദമിയുടെ ഭാഗമാണ്. 19ാമത്തെ ട്രെയിനേഴ്സ് കോഴ്സിന്റെ ഭാഗമായിരുന്നു സാറും. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടി സാറിനെ ക്ഷണിക്കുകയാണ് ഈ സെഷൻ എടുക്കാനായിട്ട്. വെൽക്കം സാർ. താങ്ക് യു ലൂയിസ് മാം. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ ഇൻട്രോ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഓഡിയബിൾ അല്ലേ? വെരി ഗുഡ് ഈവനിങ്. ഓഡിയബിൾ ആണ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഹൈസാം, നേരത്തെ പരിചയപ്പെടുത്തി. ഞാൻ 19ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ 23ാമത്തെ ബാച്ച് എത്തി നിൽക്കുകയാണ് വിംബിളിൻ്റെ ഒരു ട്രെയിനിങ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടം വരെ എത്തി. അപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കാൻ വിംബിൾ ഇങ്ങനെ ഒരു അവസരം, ബാച്ച് കഴിഞ്ഞിട്ടും ഈ ഒരു അവസരം എനിക്ക് എത്തിച്ചു തന്നതിന് എസ്പെഷ്യലി നമ്മുടെ അർച്ചന മാമിനോടും അതേപോലെ വിംബിളിനോടും ഞാൻ നന്ദി പറയാണ്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞാൽ അതോടുകൂടെ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും എനിക്ക് ആ ഒരു ചാൻസ്, കുറെ മുമ്പേ അർച്ചന മാം എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചാൻസ് തന്നിരുന്നു. ആ സമയത്ത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ വിംബിളിൻ്റെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന് നമ്മളിൽ പലരും സംസാരിക്കാൻ അറിയെങ്കിൽ പോലും പല സിറ്റുവേഷനിലും നമ്മൾ സ്റ്റെക്കായി പോവാറുണ്ട്. സംസാരിക്കാൻ കഴിയാതെ, നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയാതെ പോകുന്ന പല സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിലായാലും ഒരു സ്റ്റേജിലായാലും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാതെ പോയ പല സിറ്റുവേഷൻ അനുഭവിച്ചവരായിരിക്കാം. അപ്പൊ ഇങ്ങനൊരു ട്രെയിനേഴ്സ് ദ ട്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഒരു കോഴ്സ് അല്ലാതെയും ഒരു സാധാരണ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നമുക്ക് സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള പല കാര്യങ്ങളും ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത് അനുഭവിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സെക്ഷൻ തന്നതിന് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെക്ഷനിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അരോമ തെറാപ്പിയെ കുറിച്ചാണ്. നിങ്ങളൊക്കെ അരോമ തെറാപ്പി ചെയ്യുന്നവരാണോ, അല്ലെ കേട്ടിട്ടുണ്ടോ? എന്താണ്? കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ചെയ്തവരായിരിക്കാം. അപ്പോൾ അരോമ തെറാപ്പി എന്ന് പറയുന്നത്, അരോമ എന്ന് പറയുമ്പോൾ സ്മെല്ല്, മണം അല്ലെ, വാസന എന്നൊക്കെ പറയുന്നു. തെറാപ്പി, ട്രീറ്റ്മെന്റ്. അപ്പോൾ സ്മെല്ല് കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആധുനിക കാലത്ത് പുതുതായിട്ടുണ്ടായി വന്നതല്ല. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മുടെ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ മമ്മികളൊക്കെ സൂക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പല സസ്യങ്ങളുടെയും ഓയിലുകളായിരുന്നു. എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിലുകൾ ശേഖരിച്ചിട്ടാണ് വർഷങ്ങളോളം അത് കേടുകൂടാതെ ഉപയോഗിച്ചതും. അതേപോലെ അവരെ മത ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും നമ്മുടെ ആയുർവേദത്തിൽ ഈ ഒരു ഓയിലിനെ കുറിച്ച്, നമ്മളെ ഈ തൈല ചികിത്സ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല? ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കഫം, പിത്തം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ എക്സ്റ്റേണലും ഇന്റേണൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന, നമ്മുടെ പ്രകൃതിയിലുള്ള ഇലകളും അല്ലെങ്കിൽ പല മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അരോമ തെറാപ്പിയുടെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും, നമുക്ക് സ്മെല്ല് എത്രത്തോളം നമ്മളെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷനിൽ, നമ്മൾ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ ചില സ്മെല്ലുകൾ നമ്മളെ കൊണ്ടുപോകാറുണ്ട് അല്ലേ? ചില ബുക്കിന്റെ സ്മെല്ല്, അല്ലെങ്കിൽ ചില ഫുഡിന്റെ സ്മെല്ലൊക്കെ, അതേപോലെ മണ്ണിന്റെ മണമൊക്കെ അല്ലേ? ഉണങ്ങി വരണ്ട ആ മണ്ണില് ആ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മണ്ണിന്റെ മണം ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ പിറകോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകും, ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. സ്മെല്ല് നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫീലിങ്സിനെ കണക്ട് ചെയ്യുന്നുണ്ട്, തോട്ട്സിനെ ചേഞ്ച് ആക്കുന്നുണ്ട് എന്നൊക്കെയാണ് ശാസ്ത്രത്തിൽ ഇപ്പോൾ കണ്ടെത്തിയ പുതിയ അറിവുകൾ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഓരോ തെറാപ്പികളും അതിന്റെ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് പരിചയപ്പെടുന്നത്. നമുക്കതിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ഈ മുൻകാലങ്ങളിൽ ഇതൊരു തെറാപ്പി ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നായിരുന്നു. അതിനുശേഷം അറബ് രാഷ്ട്രത്തിലുള്ള ഒരു അബൂസീന എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ ഒരു തുടക്കം കുറിക്കുന്നത്. ഈ ഒരു അരോമ തെറാപ്പിയുടെ ഒരു തുടക്കം എന്ന രീതിയിൽ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ് വികസിപ്പിച്ചെടുക്കുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ റെനി മോറിസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെ കുറച്ചുകൂടെ വൈഡായിട്ട് പഠിക്കുകയും, അയാൾ പഠിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ആളെ ലാബിൽ ഒരു പരീക്ഷണത്തിനിടയിൽ ആൾക്കൊരു പൊള്ളലേൽക്കുകയാണ്. ആ പൊള്ളലേൽക്കുന്ന സമയത്ത് ആള് ഒരു ലാവൻഡർ ഓയിൽ പുരട്ടുകയും അതിൽ നിന്ന് ആ ഒരു പൊള്ളലിന്റെ ആഘാതം കുറഞ്ഞ് അത് സുഖപ്പെടുകയും ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഒരു സയന്റിഫിക് സ്റ്റഡി കൊണ്ടുവരികയും ഒരു അരോമാറ്റിക് തെറാപ്പി എന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഈ അരോമ തെറാപ്പി എന്ന് പറയുമ്പോൾ, അതില് ഇതൊരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റ് മെഡിസിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റിന്റെ കൂടെ കൊടുക്കുന്ന ഒരു തെറാപ്പി ആയിട്ട് ഇതിനെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ മൈൻഡ്, നമ്മളെ മൂഡ്, അതേപോലെ നമ്മുടെ ഹെൽത്ത്, അറ്റൻഷൻ,
കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, മെമ്മറി, ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ ഒരു തെറാപ്പിയിലൂടെ സാധിക്കും എന്നാണ് കണ്ടെത്തിയത്. അരോമ തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്നാണ്. ഇതിൽ കൊടുക്കുന്ന സാധനങ്ങൾ, ആ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഹെർബ്സുകള്, അതേപോലെ തന്നെ പൂക്കള്, സസ്യങ്ങളുടെ തണ്ടുകള്, വേരുകളൊക്കെ, അതൊക്കെ അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റുകൾ എടുത്തിട്ടാണ് ഈ ഒരു തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെയുള്ള മറ്റു തെറാപ്പികളൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ഈ കളിമണ്ണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ ജോജോബോ ഓയില്, ഈ ഓയിലുകളൊക്കെ നമ്മുടെ സ്കിന്നിൽ പുരട്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മുടെ നാട്ടുകളിൽ ഉള്ളതാണ്. ഇതൊക്കെ ഈ അരോമ തെറാപ്പിയുടെ മറ്റ് വശങ്ങളാണ്, മറ്റ് ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജോജോബോ ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നുമായിട്ട് കണക്ട് ചെയ്ത് മറ്റ് ഒരുപാട് ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ വരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലുകൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ എസെൻഷ്യൽ ഓയിലാണ് കൂടുതലായിട്ടും നമ്മുടെ അരോമ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ എക്സ്ട്രാക്റ്റ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെടികളുടെ വേരുകൾ, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പൂക്കൾ, കുരുക്കൾ, ഇതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന അതിൻ്റെ ആ ഒരു സത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു എസെൻഷ്യൽ ഓയിലിൽ എങ്ങനെയാണോ നമ്മൾ ഓറഞ്ച് സ്മെല്ല് ചെയ്യുന്നത് അതേപോലെ റിയൽ സ്മെല്ലായിരിക്കും, അതിൻ്റെ ഗുണവും അതേപോലെ ആയിരിക്കും. അങ്ങനെയാണ് എസെൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുക. ഈ ഓയിൽ ഡയറക്റ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ആവിയായിട്ട് പോകും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന രീതി നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷനിലൂടെയാണ്, അല്ലെങ്കിൽ കോൾഡ് പ്രസ് മെത്തേഡിലൂടെ. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സസ്യത്തിൻ്റെ ഇല, പൂവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റീം ചെയ്ത് ചൂടാക്കിയിട്ട് അതിലൂടെ ഉണ്ടാവുന്ന ആവി, ആ ഒരു ആവിയിൽ അതൊരു വാതക രൂപത്തിലാണ് പുറത്തേക്ക് വരിക. അതിനെ പിന്നീട് അത് തണുപ്പിച്ച് ദ്രാവക രൂപത്തിലേക്ക് ആക്കി അതിൽ നിന്ന് ജലം മാറ്റിയെടുത്തിട്ടാണ്, അത്രയും പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ ഒരു നമ്മുടെ എസെൻഷ്യൽ ഓയിലായിട്ട് അതിനെ എടുക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് പ്രസ് രീതികളാണ്. അതിൽ നമ്മുടെ മിക്കവാറും ഉപയോഗിക്കുന്നത് പഴങ്ങൾ, സിട്രസ് പഴങ്ങൾ പോലുള്ള, ഓറഞ്ച്, ലെമൺ, ഇതുപോലുള്ള പഴങ്ങളുടെ തൊലികൾ നന്നായിട്ട് മെഷീനിൽ പ്രസ് ചെയ്ത് അതിൻ്റെ ഓയിൽ വേർതിരിച്ചെടുക്കും. അതിനുശേഷം ആ എണ്ണ വേർതിരിച്ചെടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് സ്മെല്ല് ഉണ്ടാവും. ചൂടാക്കാതെ എടുക്കുന്നത് കൊണ്ട് ഈ ഒരു സ്മെല്ല് കുറേ കാലം നമുക്ക്, അല്ലെ കുറേ ടൈം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് എസെൻഷ്യൽ ഓയിലുകൾ വേർതിരിച്ചെടുക്കുന്നത്. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു എസെൻഷ്യൽ ഓയിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിൽ കുറച്ച് റോസ് പെറ്റൽസ്, അല്ലെങ്കിൽ ലാവൻഡറിൻ്റെത്, അല്ലെ തുളസിയുടെ ഇല, ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ അത് ഒഴിച്ച് സൂര്യപ്രകാശം തട്ടാത്ത ഒരു സ്ഥലത്ത് മാറ്റി വെക്കാൻ പറ്റും. 1-2 ആഴ്ചക്ക് ശേഷം അതെടുത്ത് അതിലുള്ള പെറ്റ്സുകളൊക്കെ ഒഴിവാക്കി ഇത് നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഓയിലുകളായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് എസെൻഷ്യൽ ഓയിലുകൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇതൊരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ്. ആ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കരിയർ ഓയിലാണ്.
കരിയർ ഓയിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മറ്റ് സ്മെല്ലില്ലാത്ത ഓയിലുകൾ എന്ന് പറയുന്ന കോക്കനട്ട് ഓയിൽ, അതേപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നമ്മുടെ മറ്റ് ഓയിലുകൾ 1-2 ഓയിലുകളും കൂടെ ഉണ്ട്, ആൽമണ്ട് ഓയിൽ. ഈ ഓയിലുകളൊക്കെ ആണ് കരിയർ ഓയിലുകളായിട്ട് അതിന് കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്, കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ നമുക്ക് നല്ലൊരു ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉപയോഗം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ കരിയർ ഓയിൽ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ എസെൻഷ്യൽ ഓയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ കരിയർ ഓയിൽ ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് 1-2 ഡ്രോപ്സ് അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതിന് കൃത്യമായിട്ട് അളവുണ്ടാവും. അത് നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മറ്റ് സാധനങ്ങളിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈല്യൂട്ടേഷൻ കൃത്യമായിരിക്കണം, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എസെൻഷ്യൽ ഓയിലുകൾ ഒരുപാട് ഇപ്പോൾ മാർക്കറ്റുകളിൽ നമ്മുടെ നാടുകളിൽ മുമ്പൊക്കെ കുറവായിരുന്നു. ഇപ്പം പല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും പല തെറാപ്പികൾക്കും അല്ലെങ്കിൽ അങ്ങനെ വെൽനസ് സെന്ററിലൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ എസെൻഷ്യൽ ഓയിലുകളുടെ കുറച്ച് ഓയിലുകളുടെ ഉപയോഗങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാം. അതിൽ 1-2 ഓയിലുകൾ ഞാനിവിടെ പറയാം. ലാവൻഡർ ഓയിൽ, നമുക്ക് ഉറക്കമില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ കയറിയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ലാവൻഡർ, ബെർഗാമോട്ട് എന്ന് പറയുന്ന ഓയിലുകളൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെയുള്ളതാണ് ആൻസൈറ്റിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഓറഞ്ച്, റോസ്, ലെമൺ, ലാവൻഡർ. ഇതൊക്കെ ആൻസൈറ്റി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലുകളാണ്. ഈ നമ്മുടെ കൗൺസിലിംഗ് റൂമുകളിലൊക്കെ നമുക്ക് കണ്ടുവരുന്നതാണ് ഇങ്ങനത്തെ ഓയിലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡിഫ്യൂസറുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ? അതേപോലെ മറ്റൊരു ഓയിലാണ് പെപ്പർമിന്റ്, സ്വീറ്റ് ഓറഞ്ച്, ലെമൺ, റോസ്മേരി. ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മളെ ഫോക്കസ്, നമുക്ക് ഒരു കാര്യത്തിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ഇല്ലാതാവുക, അതേപോലെ നമുക്കൊരു എക്സാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് മൈൻഡിന് ഒരു കാംനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ്, ആ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് അരോമ തെറാപ്പി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ് പെപ്പർമിന്റ്, നമ്മുടെ പൊതീന ഇല എന്നൊക്കെ പറയുന്ന, കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കയ്യിൽ ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മളിത് ചെയ്തവരാണെങ്കിൽ, ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മളെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് തരുന്ന റിലാക്സേഷൻ്റെ കുറേ മെഡിസിൻസുകളാണ്. നമ്മൾ പുറത്തുണ്ടാക്കുന്നതല്ല, ചിലപ്പോൾ നമ്മൾ ഇതുവരെ തിരിച്ചറിയാതെ പോയ കുറേ മരുന്നുകളായിരിക്കാം. പിന്നെ അതേപോലുള്ളതാണ് മൂഡ് ബൂസ്റ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മൂഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ടയേർഡായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ഒരു ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ ഒരു മൈൻഡില്ല, മടിയായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഞ്ചി പുൽത്തൈലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതില് ഓക്കെ അല്ലേ? ഓക്കെ. ആ പുൽത്തൈലം നമ്മള് വീടിന്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട് അല്ലേ? പുൽത്തൈലം ഉപയോഗിച്ചിട്ട് ആ ഒരു ക്ലീൻ ചെയ്യുന്ന സംഭവമൊക്കെ അല്ലേ? നല്ലൊരു സ്മെല്ലായിരിക്കും അല്ലേ അതിന്? അതിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്. അതേപോലെ യാംയോങ് എന്ന് പറഞ്ഞാൽ
കാട്ടുചമ്പകത്തിന്റെ എസെൻഷ്യൽ ഓയിൽ. ഇത് രണ്ടും നമുക്ക് മൂഡ് നന്നായിട്ട് കൊണ്ടുവരാൻ, നല്ലൊരു മൂഡിലേക്ക് എത്താൻ, നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒരു എനർജറ്റിക് ആവാനൊക്കെ ഈ 2 എസെൻഷ്യൽ ഓയിലുകൾ വെച്ചിട്ടുള്ള അരോമ തെറാപ്പി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എസെൻഷ്യൽ ഓയിലുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പം അതൊരു ഓപ്പൺ എയറിൽ അല്ലെ ഓപ്പൺ പ്ലേസിൽ ഇരുന്ന് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അല്ലെ. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും അതേപോലെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതിന്റെ കൂടെ ഈ ഒരു എസെൻഷ്യൽ ഓയിലും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തെറാപ്പിയും കൂടെ ആ ഒരു സ്മെല്ലും കൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ബ്രെയിനിൽ നല്ലൊരു എഫക്റ്റ്, ഒരു ഡബിൾ എഫക്റ്റ് നമുക്കിതിൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ റൂമിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന എസെൻഷ്യൽ ഓയിലുകളാണ് ഫ്രാങ്കിസൈഡ്സ് പോലുള്ള എസെൻഷ്യൽ ഓയിൽസുകൾ. അത് മസാജിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ഈ ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ മേടിച്ചു കൊണ്ടുവരുന്ന എസെൻഷ്യൽ ഓയിൽ ഡിഫ്യൂസറുകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡിഫ്യൂസർ മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, എന്നാലും പുറം രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അത് കാണാറുള്ളത്. റൂമിലൊക്കെ വെക്കുന്ന എസെൻഷ്യൽ ഓയിലിന്റെ ബോട്ടിൽ അതിനുള്ളിൽ വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഒരു പഫ് ചെയ്യുന്ന ആ ഒരു ബോക്സ്, ഇലക്ട്രോണിക് ബോക്സ് ആണ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് എപ്പോഴും റൂമിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ആ ഡിഫ്യൂസറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കാൻഡിൽ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള കാൻഡിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് കാണാൻ സാധിക്കും, നല്ല വണ്ണമുള്ള കാൻഡിൽ കണ്ടിട്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള. അതിൽ എസെൻഷ്യൽ ഓയിലിന്റെ മിക്സും കൂടെ ഉണ്ടാവും അതിൽ. അപ്പൊ അത് കത്തിച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് ആ ഒരു റൂമിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ തരും. ആ ഒരു രീതിയിലും ഈ എസെൻഷ്യൽ ഓയിൽ അരോമ തെറാപ്പി ആയിട്ട് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഒരു രീതി അതാണ്. പിന്നെ ഇൻഹലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. നമ്മുടെ നാടുകളിൽ അത് അവൈലബിൾ അല്ല. പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിക്സിന്റെ ഒക്കെ ഇൻഹെയിലർ കണ്ടിട്ടില്ല, ചെറിയ ഇത്രയുള്ള അഴിച്ചിട്ട് നമ്മൾ സ്മെല് ചെയ്യുന്ന. അതേപോലെ ബാഗിൽ കൊണ്ടു നടക്കുന്ന ഇൻഹേലർ ഉണ്ട്. യാത്രയിലും മറ്റെന്തെങ്കിലും മൂഡ് ചേഞ്ച് ഒക്കെ ആവുന്ന സമയത്തൊക്കെ ചെറിയ പേഴ്സിലിട്ട് കൊണ്ട് നടക്കും കയ്യിൽ. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഹേലറായിട്ടും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഹേലറായിട്ട് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ സ്റ്റീം ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. കാരണം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ തുളസിന്റെ ഇലയൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കില്ലേ, അതും ഒരു അരോമ തെറാപ്പി തന്നെയാണ്. ആ ഒരു ഇലയിൽ നിന്ന് വരുന്ന അതിന്റെ ഒരു സ്റ്റീം ആവി നമ്മൾ വലിച്ചുള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ പനിക്കൂർക്കലിന്റെ ഇല അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, കഫക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഇലകളാണ് അതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് അതിൽ നിന്നുള്ള ആവി നമ്മൾ നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അതും ഒരു തെറാപ്പി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയാണത്. പിന്നുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാജിങ്ങിലൂടെയാണ്. ബോഡി മസാജിൽ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഓയിലുകൾ ഉണ്ടാവും. ആ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മളെ ബോഡി സ്കിൻ ഡാമേജ് ആയതും അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് അവിടെ മസാജുകൾ ചെയ്യുന്നത്.
പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബാത്തിങ്ങിലും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ബാത്തിങ് ഒക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ മൂവിയിലൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ റോസിന്റെ പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ, ബാത്ത് ഡബയിലൊക്കെ ഫുള്ളായിട്ട് അതിന്റെ ലീഫൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ കുളിക്കുന്നതൊക്കെ. അതും ഒരു മെത്തേഡാണ്, തെറാപ്പി മെത്തേഡാണ്. അതിൽ എസെൻഷ്യൽ ഓയിൽ അതിന്റെ അനുപാതത്തിൽ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ ബാത്ത് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ഇത്രയും തരത്തിൽ ഇതിലും ഇതേപോലുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതിന്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ മീൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു അരോമ തെറാപ്പി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു ഡിഫ്യൂസർ ആയാലും കാൻഡിലായാലും നമ്മൾ ആ ഒരു കത്തിച്ച് വെക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് ഈ അന്തരീക്ഷത്തിലൊക്കെ അതിന്റെ മോളിക്യൂൾസുകൾ ഉണ്ടാവും അല്ലെ, ആ ഒരു സ്മെല്ല്. അപ്പൊ അത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൂക്കിനുള്ളിൽ ഒരു ഓൾഫാക്ടറി റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം സിഗ്നലുകൾ കൊടുക്കുന്ന ഒരു നെർവ് സിസ്റ്റം നമ്മുടെ മൂക്കിലുണ്ട്. അപ്പൊ എന്ത് സംഭവം നമ്മൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് സെൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം സെൽസുകൾ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു സ്മെല്ല് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയും അത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലേക്ക്, ഹൈപ്പോതലാമസ് ലിംബിക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്മെല്ല് അവിടെ എത്തുന്ന സമയത്ത് ഈ ലിംബിക് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ്, മെമ്മറി, അതേപോലെ നമ്മുടെ സ്റ്റോറേജ് ഏരിയ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ലിംബിക് സിസ്റ്റം. അതിൽ അമിഗ്ഡാല എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അവിടെയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടേക്ക് ഈ ഒരു മെസ്സേജ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് എത്തുന്ന അതിന്റെ ഒരു റിയാക്ഷൻ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറട്ടോണിൻ, ഡോപ്പമിൻ, അതേപോലെ തന്നെ എൻഡോർഫിൻ, ഇതുപോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാണ് ഈ ഒരു സ്മെല്ല് കൊണ്ട്. ഈ സ്മെല്ല് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ എത്തുന്ന സമയത്ത് നടക്കുന്ന ഫങ്ഷൻസുകളാണ് ഇതൊക്കെ. അപ്പൊ അവിടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. സ്ട്രെസ് ഓട്ടോമാറ്റിക് റെഗുലേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ഡൈജഷൻ ഏരിയ ഒക്കെ നമുക്ക് ക്ലിയർ ആവുകയും, അതേപോലെ നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ മൈൻഡും ബോഡിയും ഒരേ സമയം ഒരു റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുപോവാൻ ബ്രെയിൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ആവുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു തെറാപ്പി പ്രവർത്തിക്കുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇതിലൂടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പല സെന്ററുകളിൽ, ഇപ്പോൾ ഇതുപോലെ തന്നെ വെൽനസ് സെന്റർ, അതേപോലെ തന്നെ പല തെറാപ്പികൾ കൊടുക്കുന്ന സെന്ററുകളിലൊക്കെ ഇപ്പോൾ കൗൺസിലിങ്ങിലായാൽ പോലും കൗൺസിലിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ പല ആളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കൗൺസിലിംഗ് റൂമിൽ വരുന്ന ഒരു ക്ലയന്റിന്റെ അടുത്ത്, അപ്പോൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു ക്ലയന്റ് നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെ റൂമിൽ ഈ ഒരു അരോമ തെറാപ്പിയുടെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഡിഫ്യൂസർ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഓട്ടോമാറ്റിക്കലി ഇൻഹേൽ ചെയ്യുന്നത് ഈ ഒരു സ്മെല്ലായിരിക്കും. അവിടെ സംസാരിക്കുന്ന സമയത്ത് ആള് ഓൾറെഡി മൈൻഡ് ഒന്ന് കാമാവും. ഈ മൈൻഡ് കാമാവുന്ന സമയത്ത് കൗൺസിലർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനൊക്കെ, ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കാനൊക്കെ ഈ ഒരു തെറാപ്പി ഉപയോഗപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് കൗൺസിലിംഗ് റൂമിലും മെഡിറ്റേഷൻ റൂമിലും, അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ ഇത് അരോമ തെറാപ്പിയുടെ ഓയിലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാടുകളിലും ഇതിപ്പോ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അതേപോലെ ഇതിന്റെ മറ്റൊരു ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണങ്ങൾ എന്ന് പറയുമ്പം ഒരുപാട് പെയിൻ മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് പെയിൻ റിലീഫ് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ പെയിൻ റിലീഫിന് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഓയിൽസുകൾ നമുക്കറിയാം. നമ്മുടെ യൂക്കാലിപ്സ് ഓയില്, അതേപോലെ ആക്സ് ഓയില്, അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഇൻഹെയിൽ ചെയ്യാറുണ്ട്. നമ്മൾ ജസ്റ്റ് പെയിൻ ഉള്ള ഹെഡ് ഏക്ക് ഒക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പുരട്ടാറുണ്ട് അല്ലെ. അതേപോലെ സ്കിൻ കണ്ടീഷൻസിനൊക്കെ ഈ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. എക്സിമ, സോറിയോസിസ്, അതേപോലെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇൻസോമാനിയ. പിന്നെ അതേപോലെ ഉപയോഗിക്കുന്നത് പീരീഡ്സിന്റെ സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് അല്ലെ, ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹൈ മൂഡ് സ്വിങ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും ഈ ഒരു തെറാപ്പി നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ്. അതേപോലെ കൗൺസിലിംഗ്, മെഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഈ ഒരു തെറാപ്പി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെതായ അനുപാതത്തിൽ വേണം ഇത് ഉപയോഗിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഇത് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുക. അതേപോലെ പാച്ച് ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം ചില ആളുകൾക്ക് അലർജിയൊക്കെ ഉണ്ടാവാറുണ്ടാവും. സ്കിൻ അലർജി, അതേപോലെ തന്നെ ആസ്മ, അതേപോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഉപയോഗിക്കാം. പിന്നെ ഇത് ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എസൻഷ്യൽ ഓയിലിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഡയറക്റ്റ് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കാനൊന്നും പാടില്ല. അതൊക്കെ ഭയങ്കര ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും വെക്കാതെ നല്ലൊരു പ്ലേസിൽ മാറ്റി വെക്കുക. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അത്രയും നല്ല കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ വേണം ഈ ഒരു എസൻഷ്യൽ ഓയിൽ കൊണ്ടുവയ്ക്കാൻ. കാരണം ഇത് ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഇതിൻ്റെ ഹീറ്റാവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അത് ആവിയായിട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ എസൻഷ്യൽ ഓയിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് ബൗളുകൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വരുമ്പോൾ സമയത്ത് ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. ഓക്കെ. പിന്നെ അതേപോലെ പറയാനുള്ളത്, ഈ പ്രായമായ ആളുകളിൽ, അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെ അവർക്കൊക്കെ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക. കാരണം നമ്മുടെ ഇത് ബോഡിയിലെ ഉള്ളിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് ഹോർമോൺ ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അരോമ തെറാപ്പിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാടുകളിൽ എത്രത്തോളം അവൈലബിൾ ആണ് എന്ന് അറിയില്ല. എന്നാലും ഇത് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും അത് ആളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആവുന്ന സമയത്ത് പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്ന അതിൻ്റെ മെഡിസിന് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ.
നമ്മൾ കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പേ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ, നമ്മളെ മൂഡൊന്ന് റിലാക്സ് ആവാൻ, മൂഡൊന്ന് ചേഞ്ച് ആവാനൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടും ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ നമുക്കിപ്പോ ഈ ഒരു പെപ്പർമിന്റ് ഒക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുട്ടികളൊക്കെ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന എക്സാം ഫിയർ ഇല്ലേ, ഓവർ ടെൻഷനൊക്കെ വരിക, ആ ഒരു മൂഡൊക്കെ ചേഞ്ച് ആയിട്ട് ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ പോലും ചിലപ്പോൾ മറന്നു പോകും അല്ലെ, ടെൻഷൻ കൊണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അവിടെ നമുക്ക് എസെൻഷ്യൽ ഓയിലായിട്ട് കയ്യിലില്ലെങ്കിലും ജസ്റ്റ് അതിന്റെ ലീഫ് നമുക്ക് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് മെഡിറ്റേഷൻ ബ്രീത്തിങ്ങിന്റെ കൂടെ ഈ ഒരു സ്മെല്ല് നമ്മൾ റബ്ബ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മൈൻഡിലും നമ്മുടെ ആ ഒരു ടെൻഷനിലൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ മൂഡ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പല മൂഡ്സ് ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. ഒരു ദിവസത്തിന്റെ തുടക്കം പോലെ ആയിരിക്കില്ല ആ ഒരു ദിവസത്തിന്റെ അവസാനം. പല സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ സിറ്റുവേഷനും അനുസരിച്ച് നമ്മളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അത് പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ റിലാക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ മൈൻഡ് ഓക്കെ ആയിരിക്കണം. ആ മൈൻഡ് ചില സമയത്ത് നമുക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നമ്മളെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം എടുക്കാൻ കാരണം ഈ ഒരു തെറാപ്പിയിലൂടെ എൻ്റെ ലൈഫിൽ എനിക്ക് കുറെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു വിഷയം എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അരോമ തെറാപ്പി എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഉപയോഗിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, അതേപോലെ എസെൻഷ്യൽ ഓയിൽ എന്താണ്, എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡൈല്യൂട്ടേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓയിലുകൾ ഇനി മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും അതിന് ബ്രാൻഡായിട്ടുള്ള, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഓയിലുകൾ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അരോമ തെറാപ്പിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഇനി പുതിയ ഇതിനായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. Okay, I would like to add certain things. ഹൈസാം, ഈ ടോപ്പിക്ക് നിസ്സാരമായിട്ടുള്ള ടോപ്പിക്കേ അല്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും മിക്കവർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള അമ്പലത്തിൽ പോകും. അവിടെ തന്നെ കർപ്പൂരം ഒന്ന് കൊളുത്തിയാണ് മിക്കപ്പോഴും കൊടുക്കുന്നത്. ആ കർപ്പൂരത്തിൻ്റെ ആ അരോമ അത് മൂക്കടപ്പ് മാറ്റാനും മെൻ്റൽ ക്ലാരിറ്റിക്കും വളരെ വളരെ യൂസ്ഫുൾ ആണ്. ആ കർപ്പൂരം അത് മാത്രമല്ല, ഇൻസെക്റ്റിനെ എല്ലാം റിപ്പൽ ചെയ്യാനും, മോസ്കിറ്റോ എല്ലാം. അതുകൊണ്ടാണ് ചിലപ്പോൾ വീട്ടിലൊക്കെ ചില പാറ്റ ഗുളിക അതേപോലെ ചിലതൊക്കെ ഉണ്ടാക്കുന്ന അതിനകത്തെല്ലാം ഈ ക്യാംഫറും കാണും. സോ നമുക്കത് കൊള്ളാം, പക്ഷെ പാറ്റയ്ക്കും കൊള്ളത്തില്ല കേട്ടോ. പാറ്റയ്ക്കൊന്നും ആ മണം ഒട്ടും ശരിയാകുന്നുമില്ല. ഇനി ഭക്ഷണത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഐ എം ഗോയിങ് ടു ഷെയർ ദാറ്റ് വൺ. മല്ലിയിലയുടെ അരോമ ദാറ്റ് ഇസ് ഗുഡ് ഫോർ ഡൈജഷൻ മാത്രമല്ല, അത് സ്ട്രെസ് കുറയ്ക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴിവിടെ മല്ലിയില ഇവിടെ കിട്ടും. ഇവിടെ അമേരിക്കയിൽ അതിനെ സിലാൻഡ്രോ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഐ എം നോട്ട് ഷുവർ അവിടെ സിലാൻഡ്രോ എന്നാണോ എന്താണ് പറയുന്നുള്ളത്, അർച്ചനാജിക്ക് അറിയാം. അതായത് സിലാൻഡ്രോ അത് ഞാൻ ഇവിടെ നമ്മുടെ ഉപ്പുമ ഉണ്ടാക്കുമ്പോൾ അതിൽ അവസാനം ഞാൻ കയറി അത് ആഡ് ചെയ്യും. അതേപോലെ ഈവൻ മിക്ക കറി ഉണ്ടാക്കുമ്പോഴും അവസാനം ഞാൻ കയറി കുറച്ച് സിലാൻഡറും കൂടെ ആഡ് ചെയ്യും.
ആ സിലാൻഡ്രോയുടെ ആ അരോമ എനിക്ക് വന്നിട്ട് ഒരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല. യുനോ ഐ ആം 70 വയസ്സിന് കൂടുതൽ പ്രായമായി. ഞാൻ ഒരു മരുന്നും ഞാൻ കഴിക്കുന്നുമില്ല. എനിക്ക് ബ്ലഡ് പ്രഷറിന്റെ പ്രോബ്ലം ഇല്ല, ഡയബറ്റീസിന്റെ ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം ഈ ഭക്ഷണ രീതിയിലും ഈ അരോമ ദാറ്റ് വൺ മാറ്റേഴ്സ് എ ലോട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ലാവൻഡർ ഓയിൽ, അത് ഈ ലാവൻഡർ സോപ്പ് ഇതിനുണ്ട്. യാർഡ്ലി സോപ്പും വേറെ ചില ബ്രാൻഡിലൊക്കെ ലാവൻഡർ ആയിരിക്കും അതിൻ്റെ പെർഫ്യൂം. അത് കുളിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഐ യൂസ് ദാറ്റ് വൺ. അത് കുറച്ച് നേരം കയ്യിലെടുത്ത് ആ സോപ്പിൻ്റെ മണം അതും കൂടെ ആകുമ്പോൾ അറിയാം, വളരെ കാമിങ് എഫക്റ്റാണ്. ഈ രാത്രിയിൽ ഉറങ്ങാനായിട്ട് വെരി ഗുഡ് ദിസ് ലാവൻഡർ അരോമ. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ ഏതായാലും 3 ഇത് പറഞ്ഞു: സിലാൻഡ്രോ, ക്യാംഫർ, ലാവൻഡർ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതിലേക്ക് പുതിയ കാര്യങ്ങൾ, അതായത് നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് നേരത്തെ എന്നോട് മിസ് ചെയ്തു പോയതാണ്, ആ കർപ്പൂരത്തിന്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഹൈസം സാറിനോട്. ഇൻ ബിറ്റ്വീൻ വേണു സാർ ചോദിച്ചതിന് സിലാൻഡ്രോ ഇസ് കോൾഡ് ആസ് കൊറിയാൻഡർ ലീവ്സ് ഓവർ ഹിയർ ആൻഡ് പെപ്പർമിന്റ് എന്നുള്ളത് മിന്റ് ലീവ്സ്. സർ യു ആർ മ്യൂട്ട്. മലയാളത്തിൽ ഈ കൊറിയാൻഡർ ലീവ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിയില എന്നാണ് അവിടെ പറയുന്നത്. മല്ലിയില. ഓക്കെ. ഗുഡ് ഈവനിങ് ഹൈസം സർ. പറഞ്ഞോട്ടെ. ഗുഡ് ഈവനിങ്. ഹലോ. യെസ് അനിൽ സർ പറഞ്ഞോളൂ. താങ്ക് യു. എനിക്ക് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ഫൈസൽ സാർ റെക്കോർഡ് അയച്ചു തരും. എങ്കിൽ പോലും ഈ അരോമ തെറാപ്പി ഞാൻ കേൾക്കണമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡി പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഞാൻ പലയിടത്തും ഈ കുട്ടികൾ ഈ എൻട്രൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള മണം വെച്ചിട്ട് ചന്ദനത്തിരിയോ ഒക്കെ വെച്ച് അതൊക്കെ വളരെ വിജയം വരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ സാറ് പറഞ്ഞു പോകുമ്പോൾ വാക്കോഗ് ആണ്. വാക്കോഗ് അറിയാമല്ലോ, വിഷ്വൽ ഓഡിയറ്ററി കനസ്തറ്റിക്. അപ്പൊ അതിനകത്ത് ഈ പിന്നെ സ്മെല്ലിനകത്ത് അതാണ് ഈ അവിടെ കാഴ്ച, അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാഴ്ച. അപ്പൊ അത് സ്മെല്ല്, കർപ്പൂരം, ചന്ദനത്തിരിയുടെ ഒക്കെ പുഷ്പത്തിന്റെ ഒക്കെ സ്മെല്ല്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ഈ പ്രയറിന് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. പിന്നെ ഇപ്പൊ ചിലർക്കുണ്ട് ഈ ഡെഡ് ബോഡി ഒക്കെ ഉള്ളിടത്ത് പണ്ട് ചന്ദനത്തിരി വെക്കും. അപ്പൊ ഈ ചന്ദനത്തിരി വെക്കുമ്പോൾ ആ സ്മെല്ല് അവർ അവിടെ വെച്ച് കേട്ട് കഴിഞ്ഞാൽ, അതേ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതേ ചന്ദനത്തിരിയുടെ പിന്നെ സ്മെല്ല് ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ഇറിറ്റേഷൻ. അപ്പൊ ഈ അരോമ തെറാപ്പിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഈ പിന്നെ മണമുള്ള ഈ ഓയിൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രഷ് എക്സിക്യൂട്ടീവ്സ് ഉപയോഗിക്കും. എക്സിക്യൂട്ടീവ്സ് ചില പിന്നെ ബോഡി ഉപയോഗിക്കുന്ന ചില ഓയിൽമെന്റ്സുകളും ചില ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനിൽ സാർ, താങ്ക് യു സോ മച്ച്. യെസ് ചന്ദ്ര മാം. ഗുഡ് ഈവനിങ് ഹൈസം സർ. ഗുഡ് ഈവനിങ് എവരിബഡി. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അരോമ തെറാപ്പി കേട്ടിട്ടുണ്ട്, ബട്ട് ഐ ഹാവ് നോട്ട് ഹേർഡ് ഇറ്റ് ബീങ് പ്രാക്ടീസ്ഡ് അറൌണ്ട് ഹിയർ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോ എല്ലാവരും വേണു സാറൊക്കെ പറഞ്ഞ മാതിരി വി യൂസ് ഇത് മല്ലിത്തല എല്ലാ ഫുഡിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ അരോമ വളരെ നമുക്ക് ടെംപ്റ്റിംഗ് ആണ് ടു കൺസ്യൂം ഫുഡ്. ആൻഡ് ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോ തെറാപ്പി പാർട്ട് ഓഫ് ഇറ്റ് മേ ബി ഓൾസോ ടേക്കിംഗ് പ്ലേസ്. പിന്നെ സർ നല്ല രീതിയിൽ ടോപ്പ് ഫ്ലവേഴ്സ് ദെൻ ലീവ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ കണിക്കൂർക്കളുടെ ഇല ഇല്ലേ, അതും വളരെ മെഡിസിൻ ആയിട്ട്. എന്റെ ഹസ്ബൻഡ് ഫാമിലി ആയുർവേദിക് ഫാമിലിയാണ്. അതുകൊണ്ട് സർ പറയുമ്പോൾ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു ഫാദർ ഇൻ ലോ ഉള്ളപ്പോ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു.
സോ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത് ഈവൻ അതിന്റെ പ്രോപ്പർ കുക്കിംഗ് വന്നിട്ട് മനസ്സിലാക്കുന്നത് ബൈ ദ സ്മെൽ. ആ സ്മെൽ വെച്ചിട്ടാണ് അത് ഫുള്ളി കുക്ക്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എസ്പെഷ്യലി ആയുർവേദിക് മെഡിസിൻസ് അങ്ങനെ എനിക്കിപ്പോ സാർ പറയുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. സോ അങ്ങനെയാണ് അത് ഫുള്ള് റെഡിയാണ്, മെഡിസിൻ റെഡിയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേ രീതിയിൽ സാമ്പ്രാണി പോയിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ സാമ്പ്രാണി പോയിക്കാറുണ്ട്. സോ അതിന്റെയും ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് ഓഫ് നോളേജ്, ബട്ട് എപ്പോഴും ഇവിടെ വീട്ടിലൊക്കെ ആൻഡ് എസ്പെഷ്യലി ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെ ഈ തൈലം തേക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ സാമ്പ്രാണി പുകയൊക്കെ ബ്രീത്ത് ചെയ്യാനായിട്ട് ശരിക്കും ആ ഡയറക്ഷനിലേക്ക് വിടുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തില് കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്റെ അപ്ബ്രിങ്ങിങ് കർണാടക ആയിരുന്നു, അവിടെയൊക്കെ ഇത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറില്ല. സോ ഇറ്റ് വാസ് വെരി വെരി ഇൻഫോർമേറ്റീവ്. പിന്നെ എങ്ങനെയാണ് ആ പ്രോസസ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ സാർ പറയുന്ന മാതിരി കോൺസെൻട്രേറ്റഡ് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അത് ഡൈലൂട്ടഡ് ഫോം ആയിരിക്കണം നമ്മളെ യൂസ് ചെയ്യാനൊക്കെ. യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. പിന്നെ സാർ പറയുന്ന മാതിരി ഞാൻ പലപ്പോഴും കേട്ടിരിക്കുന്നത് ഈ സ്മെൽ കാരണം ചിലവർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. അലർജിക് ആണ്. പിന്നെ ചിലരൊക്കെ ഈ ഇതില് ചന്ദനത്തിരിയൊക്കെ കൂടുതൽ കമേഴ്ഷ്യൽ ആണ്, കമേഴ്ഷ്യൽ ആയിട്ട് ആ ഫ്ലേവേഴ്സ് ഒക്കെ വളരെ കുറവാണ്, ക്യാൻസർ കോസിങ് ആയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് ട്രൂ, ബട്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡ്യൂ ടു ദീസ് സേ ഇൻസെൻസ് സ്റ്റിക്സ് ഇൽനെസസ് വരുന്നതായിട്ട്, അലർജി ഉണ്ട്, ആസ്മ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ആ രീതിയിലാണ് ഈ അരോമാനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ഇൻഫോർമേറ്റീവ് സെഷൻസ്. താങ്ക് യു ചന്ദ്ര മാം, താങ്ക് യു സോ മച്ച്. ചന്ദ്രാജി പറഞ്ഞ ആ ഒരുതായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. സാൻഡൽവുഡിന്റെ ഞാൻ നാട്ടിൽ ഒരു 5.5 കൊല്ലം ഉണ്ടായിരുന്നു, 2009 മുതൽ 2015 വരെ. അപ്പോഴാ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ അമ്പലം വീട്ടിന് കുറച്ച് അടുത്തായിട്ടുള്ള കാരണം അവിടെ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് പോകാൻ തുടങ്ങി. ഈ അമ്പലത്തിൽ പോകുന്നത് വലിയ ഈശ്വര വിശ്വാസം ഉണ്ടായിട്ടല്ല, ആ ആംബിയൻസ് കൊള്ളാം, ആ ആംബിയൻസ് വളരെ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കക്കൂസിനകത്ത് ഈശ്വരനുണ്ട്. അത് കാരണം ഈശ്വരനെ അന്വേഷിച്ച് അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എനിവേ അവിടെ ചെന്നപ്പോൾ ഈ സാൻഡൽവുഡ് പേസ്റ്റ് അതെടുത്ത് നെറ്റിയിൽ തെറ്റിരുന്നു. ഒരു 2 മാസമായില്ല, ആ എവിടെ തേച്ചോ അവിടെ എല്ലാം കംപ്ലീറ്റ് കറുത്ത് പാടായിട്ട് ഡെർമറ്റൈറ്റിസ് മെഡിക്കൽ കണ്ടീഷൻ, അതിന്റെ ഇറിറ്റേഷൻ. എന്നുവെച്ചാൽ അത് ശരിക്കുള്ള സാൻഡൽവുഡ് അല്ല, ഇന്നിപ്പോൾ എല്ലാം മായം ചേർത്തതാണ് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ അത് കംപ്ലീറ്റ് മാറി കിട്ടാനായിട്ട് 1 കൊല്ലം എടുത്ത്, 1 കൊല്ലം. അതാണ് ഇപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചന്ദനം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ തൊടത്തില്ല കേട്ടോ. ചന്ദനം കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല. ഇനി വേറൊന്ന്, ഒരാൾക്കുള്ള മണം വേറൊരാൾക്ക് അത് മണമായിട്ട് തോന്നാറില്ല. ഓൾഡ് ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്, 1 man's ഫുഡ് ഈസ് അനദർ മാൻസ് പോയ്സൺ. അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇനി ചിരിക്കാനും വകയുണ്ട്. നിങ്ങൾ സിനിമ കാണുന്നവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരു 25 വർഷത്തിന് മുമ്പ് വന്ന മലയാള സിനിമ, ഞാൻ ഒരു മൂവി അഡിക്റ്റാണ്. എൻ്റെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലിക്കറൊന്നും കുടിക്കത്തില്ല. സിനിമ ഒരു വർഷം 300 സിനിമ കാണും കേട്ടോ. ഒരു വർഷം 4 ഭാഷയിൽ കാണാൻ പറ്റുന്ന കാരണം 300 സിനിമ കാണും. ഇന്നലെ തന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സെക്യൂരിറ്റി എന്നുള്ള ഇംഗ്ലീഷ് മൂവി. അപ്പോൾ ഈ വിയറ്റ്നാം കോളനി ഇവരെ കണ്ടിട്ടുള്ളവർ മിക്കവരും കാണുമെന്ന് വിചാരിക്കുന്നു. മോഹൻലാൽ ആൻഡ് ഇന്നസെന്റും അതിൽ ആ വിയറ്റ്നാം കോളനിയിൽ കെട്ടിടത്തിന് മുകളിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. മോഹൻലാൽ അതിൽ ബ്രാഹ്മണനായിട്ടാണ് വരുന്നത്, വെജിറ്റേറിയൻ. ഇന്നസെന്റ് ക്രിസ്ത്യൻ ഇതായിട്ട്. ഇവർ രണ്ടുപേരും ആ മുകളിലോട്ട് പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ വെച്ചിട്ട്, എടോ ജോസഫേ എന്തോടോ നാറ്റം എന്ന് പറയും. ഉടനെ ഇന്നസെന്റ്, ഹായ്, നല്ല മീനിന്റെ വറുത്ത മീനിന്റെ മണം, കരിവാടിന്റെ മണം. അപ്പോഴ് ആ സ്മെല്ല് ഫോർ മോഹൻലാൽ അത് അരോചകം, ആൻഡ് ഇന്നസെന്റ് ഉള്ളത്. ദാറ്റ് ഈസ് ദി പോയിന്റ് വൺ ഹാസ് ടു റിമെമ്പർ. അതായത് വൺ സൈസ് ഡസൻ ഫിറ്റ് ഓൾ എന്ന് പറയുന്ന പോലെ ആ അരോമയും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ഇതായിരിക്കും അവസാനം വരുന്നത്. അതനുസരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്.
താങ്ക് യു. താങ്ക് യു. വെൽ എക്സ്പ്ലെയിൻ. മറക്കില്ല അല്ലേ? വേണു സാറിന്റെ എക്സ്പ്ലനേഷൻ ഒരിക്കലും മറക്കില്ല. ഏതായാലും അതെ അതെ ഹൈസം അല്ല സാർ സൂപ്പർ ആണ് കേട്ടോ. സാറേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കൊരു കാര്യം അബ്സോർവ് ചെയ്യുന്നതിന് ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി നമുക്കത് പിന്നെ നല്ല മനപ്പാഠം. യെസ്. പിന്നെ അതുപോലെ നമുക്ക് ചില കാര്യങ്ങളോ ചില സാഹചര്യങ്ങളോ ഒക്കെ സ്മെല്ല് കൊണ്ട് ഓർമ്മ വരും അല്ലേ? ചില വ്യക്തികളെ അതെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും അതേ സെയിം സ്മെല്ല് നമുക്ക് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ഭയങ്കര ശരിക്കും ആ ഒരു ഈ സിറ്റുവേഷൻ നമ്മൾ അരോമ പെട്ടെന്ന് കൊണ്ടുവരും. അല്ല, അതെ അതെ 10,000 15,000 സ്മെല്ല് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചില സ്മെല്ലുകൾ പിന്നീട് കേൾക്കുമ്പോൾ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ചില വ്യത്യസ്തത വരാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടുപിടുത്തം. അത് പുതിയ അറിവാണല്ലോ. ഏതായാലും നന്നായിരുന്നു സാർ ക്ലാസ്. ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു താങ്ക് യു ജിഷ മാം. ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് സംഭവം എന്ന്. പക്ഷെ നമ്മളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പണ്ടുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് കേട്ടപ്പോൾ മനസ്സിലായത് അല്ലേ? ആ അതെ അതെ സ്മെല്ലും നമ്മൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ അപ്പൊ അത്രയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് ഒരു തിരിച്ചറിവ് കിട്ടി ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ. പിന്നെ താങ്ക് യു. ക്യൂർ ചെയ്യാനും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പഠിക്കാനും അങ്ങനെയെല്ലാം ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ജിഷ മാം. ഡോക്ടർ ഞാൻ വീണ്ടും പറയാണ്, മല്ലിയില കൂടുതലായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുക. വയറിന്റെ അസുഖങ്ങൾ മിക്കതും വരാതിരിക്കും, നല്ല ഡൈജഷനും ആയിരിക്കും. ആൻഡ് വലിയ ചെലവുള്ള കാര്യമല്ല. അതുകൊണ്ട് മല്ലിയില പ്ലീസ്. അതുപോലെ പൊതിനയിലയും കേട്ടിട്ടുണ്ടല്ലോ. പൊതിനയിലയും നല്ലതാണെന്നുള്ള അല്ലേ? Pudina also is very good. എല്ലാ ഇലകളും നല്ലതാണ്. എല്ലാ ഇലകളും മല്ലി നല്ലതാണ്. രണ്ടും യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യാന്നുള്ള കാര്യം വളരെ കറക്റ്റ് ആണ്. പക്ഷെ കഴിവതും അത് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. ബിക്കോസ് ലീഫി വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ വിഷം. Chemicals. ഇറ്റ് ഇസ് നോട്ട് വെരി ടഫ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അതായത് നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ 5 ഇന്ദ്രിയങ്ങളിൽ 3 എണ്ണമാണ് സാധാരണ ഒരാൾക്ക് പിന്നെ അതായത് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ സ്മെല്ലുണ്ടെങ്കിൽ അവർക്ക് ഈ അരോമ തെറാപ്പി വളരെ എഫക്റ്റീവ് ആണ്. ഇനി വേറൊരു കാര്യം പറയട്ടെ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. സോറി, ഒത്തിരി സമയം എടുത്തു. അതായത് നിങ്ങൾ റോഡേ കൂടെ പോകുമ്പോൾ ചിക്കന്റെ മണം കേൾക്കത്തില്ലേ? അപ്പൊ ആ ചിക്കൻ കടകളിൽ അവരെന്ത് ചെയ്യുന്നറിയോ? പുറത്തിട്ട് ചിക്കന്റെ വേസ്റ്റ് വെളിച്ചെണ്ണക്കകത്തിട്ടിട്ട് വെച്ചിട്ട് എക്സോസ്റ്റ് വെച്ച് പുറത്തേക്ക് അടിക്കും. അപ്പം എന്ത് ചെയ്യും? ആൾക്കാർ ഈ മണം ഇത് കേട്ടിട്ട് അട്രാക്ഷൻ വരും. അത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ഈ ചിക്കൻ താല്പര്യമുള്ളവർക്കും ഇതിന്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്കും അവരെന്ത് ചെയ്തു? ആ കടയിലേക്ക് അട്രാക്ഷൻ. അന്നല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും അവരവിടെ കയറും. അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞ് അവരവിടെ കയറും. ഓക്കെ, താങ്ക് യു. Marketing strategy. അതിന് വേസ്റ്റ് ഇട്ട് ഇതാക്കണമെന്നില്ല. ഇപ്പൊ എല്ലാം പുറത്ത് കാണുന്ന വിധത്തിലല്ലേ? അല്ല, വേസ്റ്റ് ഇട്ട് കരിച്ചിട്ടാണ് അതിന്റെ സ്മെല്ല് പുറത്തേക്ക് എക്സോസ്റ്റ് വെച്ച് അടിച്ചു വിടുന്നത് റോഡിലേക്ക്. അപ്പൊ മാം അതിലെ പോകുമ്പോ സ്മെല്ല് കിട്ടും. നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. Haizam sir, good evening. ഗുഡ് ഈവനിങ് തോമസ് സാർ. ഇതിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അരോമ തെറാപ്പി ഒരു ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ സാർ എന്തൊക്കെയായിരുന്നു ഇതിനെക്കുറിച്ച് ഇത്രയും ഡെപ്തിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് കേൾക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് കാരണം ഈയിടെ ഈ ഒരു ഫീൽഡിൽ കുറച്ച് ഇഷ്ടം തോന്നിയിട്ട്, അതേസമയം വളരെ നാളായിട്ട് ഞാൻ ഇവിടെ ഒമാനിലാണ് സാർ. സാർ ഖത്തറിലല്ലേ? ഖത്തറിലാണ്. നമ്മൾ ഈ ഇവിടെ ആയിരുന്നോണ്ട് കുറച്ചുള്ള കിട്ടിയ ഒരു ശീലം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ അറബ്സ് കുന്തിരിക്കമൊക്കെ പോയിക്കുമല്ലോ. കുന്തിരിക്കം, ഫ്രാങ്കിൻസെൻസ്,
അതിന്റെ ഒരു ഒറിജിൻ ഇവിടെ ഒമാനിലെ ബാങ്കറായിട്ട് പറയുന്നുണ്ട്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിലേക്കും മറ്റ് പേർഷ്യൻ കൺട്രീസും അപ്പുറത്തോട്ടും ഒക്കെ എക്സ്പോർട്ട് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിന്റെ പ്രൊഡക്ഷൻ ഇവിടുത്തെ റീജിയനിൽ ഇപ്പോഴും നല്ലപോലെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഇതിന്റെയൊക്കെ നാച്ചുറൽ ഫോമില് ആ പണ്ടത്തെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും വളരെ എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിനും ബോഡിക്കും. അലർജീസ് പൊതുവേ കുറവാണ് കണ്ടിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇവിടെ ഉള്ളവർ അതിനെ റോ ആയിട്ട് കഴിക്കുകയും ചെയ്യും. കാരണം ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട് ഈ കുന്തിരിക്കത്തിന്. ഇതിന്റെ കൺസ്യൂമബിൾ ഈറ്റബിൾ ഫോമും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് ഇവിടെ. അതെനിക്ക് പുതിയ അറിവായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അറിഞ്ഞത്. അത് കഴിക്കാനും ഉള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഫ്രാങ്കിൻസെൻസിന്. ഞാൻ ഈ എസെൻഷ്യൽ ഓയിലൊക്കെ തപ്പി ഇടയ്ക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതിന്റെ ഒരു നാച്ചുറൽ ഇതിന്റെ ഒരു ഗുണം എവിടെയും കിട്ടിയില്ല. മറ്റേതൊക്കെ പിന്നെ കെമിക്കൽ മിക്സ് ആണല്ലോ. ഒന്നിന്റെ ഒരു റോ ഫോം ഇല്ലാത്തതുകൊണ്ട് ഡിഫ്യൂസേഴ്സ് നോക്കിയപ്പോഴും എപ്പോഴും നമ്മൾ ഈ നാച്ചുറൽ ആയിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ഹെൽത്തി ബെനിഫിറ്റ് ആ ഒരു പെർസ്പെക്റ്റീവില് നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജേക്കബ് സർ. ഒന്നുകൂടെ സർ, നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ നീം ഓയിലും മസ്റ്റർഡ് ഓയിലും ഒക്കെയാണ് കൂടുതൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അരോമ ഓൾസോ ഇസ് റീസൺ ഫോർ ദാറ്റ്. ആസ് വെൽ ആസ് ആന്റി ബാക്ടീരിയൽ എഫക്ട്സ് ഉണ്ടല്ലോ മാം. യെസ്. അതുകൊണ്ടാണ് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മസ്റ്റർഡ് ഓയിൽ ആണ് അവർ ദേഹത്ത് പുരട്ടുന്നത്. ദേഹത്ത് പുരട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വിടും. മസിൽസിന് സ്ട്രെങ്ത് കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ്. അതിന്റെ ഒരു സ്മെല്ല് ഒരു പ്ലസന്റ് സ്മെല്ലല്ല മസ്റ്റേർഡ് ഹാസ്. സോ അവരുടെ ബിലീഫ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ നെഗറ്റീവ് എനർജീനെ ഒരു പരിധി വരെ അകറ്റി നിർത്തും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അവര് മസ്റ്റേർഡ് ഓയിൽ തേച്ചിട്ടാണ് വെയിലത്ത് നിർത്തുക. ഓക്കെ, അപ്പൊ നമ്മള് മണ്ണിന്റെ മണത്തിൽ നിന്ന് തുടങ്ങി അല്ലെ, മരണ വീട്ടിലെ ചന്ദനത്തിരിയിലേക്കും പോയി, അതേപോലെ ചിക്കൻ കടയിലെ സ്മെല്ലിലേക്കും പോയി, ഒരുപാട് മണങ്ങളിലൂടെ യാത്ര ചെയ്തു. ഹൈസം സർ പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം കൃത്യമായ അളവിൽ നല്ല ഒരു ക്വാളിറ്റിയുള്ള, എസ്പെഷ്യലി സാർ പറഞ്ഞാൽ ഇൻഫ്യൂസ്ഡ് ഓയിൽസ്, അതായത് ഇത്തരത്തിലുള്ള ലീവ്സ് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ബദാം ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് ഇരുട്ടത്ത് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഒരു 2 weeks ആണെന്ന് തോന്നുന്നു, 2 weeks അറൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്ട്രാക്ട് കംപ്ലീറ്റ് അതിലേക്ക് വരും. അത് വന്നതിന് ശേഷം ഈ പറയുന്ന ലീവ്സ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വല്ല ട്രീ ബാർക്സ് ഒക്കെയാണ്, ഇപ്പൊ ടീ ട്രീ ഓയിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ആ ബാർക്കുകളെല്ലാം അതിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം ആ ഓയിൽ നിശ്ചിത അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം, പുകയ്ക്കാൻ വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള ഓയിൽ 1 or 2 drops ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഒരു നല്ല ഒരു ടോപ്പിക് തന്നെയായിരുന്നു. ഇത് എങ്ങനെയാണ് സാർ ഈ ടോപ്പിക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ടായിരുന്നു. ബിക്കോസ് അരോമ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ വളരെയധികം ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം അരോമാറ്റിക് കാൻഡിൽസ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ്, അത് കുറച്ചധികം കാലമായി ഇന്ത്യയിൽ അരോമാറ്റിക് കാൻഡിൽസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ദിവാലിക്കായാലും ഒക്കെ അരോമാറ്റിക് കാൻഡിൽസ് ആണ്. ആ ഒരു ട്രെൻഡിലേക്കൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. മേ ബി അതിന്റെ ഒരു ഫാൻസി കണ്ടിട്ടായിരിക്കും ആളുകൾ കൊടുക്കുന്നത്, അതിന്റെ ഒരു ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അരോമ തെറാപ്പിയുടെ ആ ഒരു വശങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ആ അറിവും കൂടി പകർന്നുകൊണ്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ആ ഒരു പോസിറ്റീവ്സ് എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉപകരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നേരം വളരെ മനോഹരമായ ഒരു ടോപ്പിക് എടുത്ത ഹൈസാം സാറിനും, അതുപോലെ തന്നെ ഹൈസാം സാറിന് നല്ലൊരു വെൽക്കം ഇൻട്രോ കൊടുത്ത നമ്മുടെ ലോയ്സ് മാമിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എന്നത്തെയും പോലെ ഈ ക്ലാസ് ഉടനീളം നിൽക്കുകയും നല്ല ഫീഡ്ബാക്കുകളും സപ്പോർട്ടോടുകൂടി ഇത്രയും നേരം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്കിനി തിങ്കളാഴ്ച മൺഡേ ഈവനിങ് 7 o'clock ആണ്. അന്നും ഇതുപോലത്തെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ ഗുഡ് നൈറ്റ് ഓൾ. Thank you, Archana ma'am. Good night. Good night.